കൂട്ടുകാരെ, നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോണത് ഒരു പാൻ കേക്കാണ്. അത് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന സാധനമാണ്. സിമ്പിളായിട്ട് ഉണ്ടാക്കാം. വൈകുന്നേരത്തോ രാവിലെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുത്തു നോക്കുക. നല്ല ഇഷ്ടപ്പെടും. മക്കൾ, ചെറിയ മക്കളൊക്കെ നല്ല കഴിക്കും. ഇനി നമുക്കത് എങ്ങനെ ഉണ്ടാക്കുക എന്ന് കാണാം. ഞാൻ ഉണ്ടാക്കുന്നത് മൈദ മാവിലാണ്. ഇത് മൈദ മാവിൽ ഉണ്ടാക്കിയാലേ ശരിയാവുള്ളൂ. ഗോതമ്പ് മാവ്, അരിപ്പൊടി, ആട്ടപ്പൊടി ഇതിലൊന്നും ഉണ്ടാക്കിയാൽ ശരിയാവില്ല. മൈദപ്പൊടി തന്നെ എടുക്കണം. ഞാനിവിടെ 1.5 കപ്പ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. അത് നമുക്കിനി കലക്കി റെഡിയാക്കി വെക്കാം. ഞാനിപ്പോൾ ഇട്ടിക്കുന്നത് 1.5 കപ്പ് മൈദയാണ്. ഇതിൻ്റെ കൂടെ ഇനി നമുക്ക് 1 ടേബിൾ സ്പൂണ് ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം. ബേക്കിംഗ് പൗഡറാണ്, ബേക്കിംഗ് സോഡ അല്ല. അത് ഇടുമ്പോൾ ശ്രദ്ധിക്കണം. ഇനി നമുക്കിതിൽ 1/4 സ്പൂണ് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. 1/4 സ്പൂണ് ഉപ്പ്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. എല്ലാം അതൊന്ന് മിക്സാവട്ടെ. ഇതിൽ ബേക്കിംഗ് പൗഡറാണ് എടുത്തിട്ടുള്ളത്, ബേക്കിംഗ് സോഡ അല്ല. അത് നല്ല ശ്രദ്ധിക്കണം. പൗഡറും സോഡയും മാറിപ്പോവരുത്. ഇത് നമുക്കിനി ഇവിടെ മാറ്റി വെക്കാം. ഇനി നമുക്ക് 1 കോഴിമുട്ട ഇതിലേക്ക് പൊട്ടിച്ചൊഴിക്കാം. ഉണ്ണി കഴിഞ്ഞ മുട്ട. എന്നിട്ട് ഇതിലേക്ക് 3 ടേബിൾ സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. നമുക്കിതിൽ 1/2 കപ്പ് പാൽ ആദ്യം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിന് വേണ്ടത് 1 കപ്പ് പാലാണ്. ഞാനിപ്പോൾ ഒഴിച്ചിട്ടുള്ളത് 1/2 കപ്പ് പാലാണ്. അത് എന്താണെന്ന് വെച്ചാൽ പഞ്ചസാരയും മുട്ടയും നമ്മൾ ഒഴിച്ചല്ലോ, അത് ഇങ്ങനെ ഇളക്കുമ്പോൾ ഒന്നുകൂടി വെള്ളം പോലെ ആവും. അപ്പോൾ നമുക്ക് മാവിട്ട് കൊടുത്തതിന് ശേഷം അത് വേണമെങ്കിൽ ഒഴിക്കാം. പക്ഷേ ഇതിൻ്റെ ഇഡ്ഡലി മാവിൻ്റെ പാകത്തിലാണ് കലക്കിയെടുക്കേണ്ടത്. ഇനി നമുക്കിത് അടിച്ചിട്ട് കലക്കിയിട്ട് വേണമെങ്കിൽ ബാക്കി പാല് കൂടി ഒഴിച്ചു കൊടുക്കാം. അടുത്തതിൽ ചേർക്കാൻ പോണത് 3 ടേബിൾ സ്പൂണ് ബട്ടറാണ്, ഉരുക്കി വെച്ചത്. ബട്ടറിന് ഉപ്പുണ്ടെങ്കിൽ മൈദപ്പൊടിയിൽ ഉപ്പിടാൻ പാടില്ല. ഉപ്പില്ലെങ്കിൽ മാത്രമേ പൊടിയിൽ ഉപ്പിടാവൂ. ആദ്യം ബട്ടറിൽ ഉപ്പുണ്ടോ എന്ന് നോക്കിയിട്ട് വേണം ചെയ്യാൻ. ഇതുകൂടി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് നമുക്കിത് അടിച്ച് മിക്സാക്കി എടുക്കാം. പഞ്ചസാര ഒന്ന് കലങ്ങി മുട്ടയും ബട്ടറും പാലും ഒക്കെ പാടെ ഒന്നാവട്ടെ. ഇപ്പോൾ പഞ്ചസാരയൊക്കെ നന്നായിട്ട് ഇളകിയിട്ടുണ്ട്. പഞ്ചസാരയും മുട്ടയും ബട്ടറും പാലും ഇത്രയും സാധനങ്ങൾ ഒക്കെ നന്നായിട്ട് മിക്സായിട്ടുണ്ട്. ഇനി നമുക്ക് പൊടി ഇതിലേക്ക് എടുത്തിടാം. നമുക്കിനി മൈദപ്പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി, വല്ലാതെ ഇളക്കാൻ പാടില്ല, പാല് വേണ്ടി വരും. ഈ പാല് കൂടി നമുക്ക് ആവശ്യമാണ്. അപ്പോൾ നമുക്ക് ഇത് കൂടി ഒഴിച്ചു കൊടുക്കാം. 1/2 കപ്പ് പാല് കൂടി. ഈ മൈദമാവ് നന്നായിട്ടൊന്ന് ഇളകി വരട്ടെ. ഇത് വല്ലാതെ ഇട്ട് പതപ്പിക്കരുത്. അങ്ങനെ നല്ല പതഞ്ഞ് വരാതിരിക്കാനാണ് മുട്ടയും പാലും പഞ്ചസാരയൊക്കെ വേറെ ഇളക്കിയെടുത്തത്. ഇത് മൈദപ്പൊടി കട്ടയാവാതിരിക്കുന്ന മാത്രം ഇങ്ങനെ പതുക്കെ ഒന്ന് ഇളക്കുക. വല്ലാതെ അടിച്ച് ഇളക്കാൻ പാടില്ല. ഇത് കട്ട ഉടയാൻ വേണ്ടിയിട്ടാണ് ഇളക്കുന്നത്. ഇതിപ്പോൾ ഇളകി എല്ലാം മിസ്സായി കഴിഞ്ഞ് ഒന്ന് മിസ്സാക്കി എടുക്കാനേ പാടുള്ളേ. കണ്ടില്ലേ, ഈ പരുവത്തിൽ വരാവും മാവ്. ഇതിപ്പോൾ ഇഡ്ഡലിയുടെ പരുവായി. ഇങ്ങനെ വേണം കലക്കാൻ. മാവ് കലക്കി കഴിഞ്ഞ് നമുക്ക് ഇതിനി ഉണ്ടാക്കാം. എടുത്തൊക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഡയറക്റ്റായിട്ട് കലക്കി ഉടനെ തന്നെ നമുക്ക് ഉണ്ടാക്കാം. കേക്ക് നമുക്കിനി എങ്ങനെ ഉണ്ടാക്കാമെന്ന് കാണാം. ഒരു പാത്രം അടുപ്പത്ത് വെച്ചു. ഫാൻ നല്ല ചൂടായിട്ടോ. നമുക്കിനി ഇത് ഒഴിച്ചു കൊടുക്കാം. ഒഴിക്കുമ്പോൾ പരത്താൻ പാടില്ല. ഇങ്ങനെ അത് തന്നെത്താനെ പരന്ന് വരണം.
ചെറിയ തീയിൽ വേണം വെക്കാൻ, ഗ്യാസ്മേ വെക്കണവരും. ഇനി ഇത് നമുക്ക് മറിച്ചിടാം. കണ്ടില്ലേ അടിയിലുള്ള കളറ് എന്ത് ഭംഗിയാ നോക്കി. നമുക്കിനി ഇത് എടുക്കാം. ഇത് ലാസ്റ്റത്തേട്ടോ, ഇതുകൂടി എടുത്താൽ നമ്മുടെ ഫാൻ കേക്കിൻ്റെ പണി അങ്ങ് കഴിഞ്ഞ് കിട്ടി. എത്ര എണ്ണം നോക്കാം? 2, 4, 7 എണ്ണം ഉണ്ട് കേട്ടോ. ഇതിൽ നമുക്കിനി രസം തേൻ ഒഴിച്ചു കൊടുക്കാം. ഇതിൽ തേനോ ചോക്ലേറ്റിൻ്റെ ഇത് എല്ലാം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഞങ്ങളിവിടെ തേനാ ഒഴിക്കണത്. ചോക്ലേറ്റ് സിറപ്പും ഒഴിച്ചു കൊടുക്കാം. ഇപ്പം തേന് ഒഴിച്ചു കൊടുക്കൽ ഇനി മതി. നമ്മുടെ പാൻ കേക്ക് റെഡിയായി. നമ്മുടെ പാൻ കേക്ക് എത്ര സോഫ്റ്റ് ആണെന്ന് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം കേട്ടോ. ഇതുണ്ടല്ലേ എത്ര സോഫ്റ്റ് ആണെന്ന് നോക്കി. നമുക്കിത് ഇച്ചിരി കഴിച്ചു നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. സൂപ്പറായിട്ടുണ്ട് കേട്ടോ, നല്ല സൂപ്പറായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ പാൻ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇത് എല്ലാവരും ഉണ്ടാക്കി നോക്കണം. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. നമ്മൾ ഇഡ്ഡലിയും ദോശയും ഉണ്ടാക്കുന്ന ടൈം പോലും വേണ്ട. വേഗം ഉണ്ടാക്കി നോക്കാം. കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുക, നല്ല ഇഷ്ടമാവും. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, നമ്മളെന്തൊക്കെയാണ് ചെയ്തിരിക്കണമെന്ന് വെച്ചാൽ ഒരു പാത്രത്തിലേക്ക് മൈദ, ബേക്കിംഗ് പൗഡർ, ഉപ്പ് ഇട്ട് നന്നായിട്ട് മിക്സാക്കി മാറ്റി വെച്ച് വേറൊരു പാത്രത്തിലേക്ക് മുട്ട, പഞ്ചസാര, പാല്, ബട്ടർ, പഞ്ചസാര അലിയുന്നവരെ നന്നായിട്ട് ഇളക്കി അതിലേക്ക് മിക്സാക്കി വെച്ച പൊടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കിയെടുത്ത് നമ്മൾ കേക്ക് ഉണ്ടാക്കിയെടുത്തു.